ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1926 ദിവസമായ ഇന്ന് 2026 ആഗസ്റ്റ് മാസം 23 ഞായറാഴ്ച, 1202 ആണ്ട് ചിങ്ങമാസം 7 ഗുരുവചനങ്ങളിലൂടെ. ഗുരുജനങ്ങൾ നവദമ്പതികളോട് സ്നേഹമുള്ളവരായിരിക്കണം. പുതിയ ഭാര്യാഭർത്താക്കന്മാരുടെ ദുസ്വാതന്ത്ര്യത്തെ വീട്ടുകാർ തടയേണ്ടതാണ്. അച്ഛനമ്മമാർ അന്യോന്യ ക്ലേശകാരികളാണെങ്കിൽ, ഗൃഹം ഐശ്വര്യസമ്പൂർണമാണെങ്കിലും അതിനെ ഉപേക്ഷിക്കുക തന്നെ വേണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരകൾ എന്ന പുസ്തകത്തിൽ സാധന എന്ന് വിവരിക്കുന്നതിന് 42 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അവസാനമായി ഒരു സാധന എന്ന നിലയിൽ വേദാന്തത്തിൻ്റെ പ്രത്യേകതകൾ ചുരുക്കി പറയാം. 1. വെറും സാമാന്യ ബുദ്ധിയെയും ശ്രൗതമായ അപരോക്ഷാനുഭൂതിയെയും ഒരേ സമയം അവലംബമാക്കുന്നു. 2. ഏകം, അനേകം, വിഷയം, വിഷയി എന്നിങ്ങനെയുള്ള പരസ്പരാഭിമുഖ്യവും വൈരുദ്ധ്യവുമുള്ള ദ്വൈതങ്ങളെ നിരാകരിക്കുന്നു. 3. ജ്ഞാനാത്മാവ്, ജ്ഞേയം, ജ്ഞാനം എന്നീ ത്രിപിടി മുടിഞ്ഞ് സത്യദീപം തെളിയണം. 4. നിത്യവർത്തമാനത്തിൻ്റെ നിരന്തരതയെയാണ്, അഥവാ സത്തിനെയാണ്, സംഭൂതികളെയല്ല വേദാന്തി കണക്കിലെടുക്കുന്നത്. 5. ഭാവങ്ങളുടെ തലത്തിലുള്ള വിശേഷങ്ങളെ തള്ളിയിട്ട് നിർവിശേഷമായി സത്യത്തെ കാണുന്നു. 6. കാര്യത്തിനല്ല കാരണത്തിനാണ് ഉണ്മയുള്ളത് എന്ന് കാണുന്ന സത്കാരണവാദം സ്വീകരിക്കുന്നു. അവസാനമായി ധ്യാനാത്മകമായും യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയും ആകവെ അറിയുന്ന രീതി അവലംബിക്കുന്നു. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.